എല്ലാ ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും PSC എൽഡോസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് 593/2023, 584/2023 CPO, വിമൺ CPO ആയി ബന്ധപ്പെട്ട പ്രധാന കാര്യങ്ങളാണ്. നമ്മുടെ ഈ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം CPOയുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന വീഡിയോകളിലും മറ്റ് ഇതര വീഡിയോകളിലും നിരന്തരമായി വരുന്നൊരു കമൻ്റാണ്, എത്ര മാർക്കുള്ളവർക്ക് ഇനി വരുന്ന ഫിസിക്കൽ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും? അതായത് ഈ ഒരു കാറ്റഗറി നമ്പർ വരുന്ന എക്സാം എഴുതിയ ഉദ്യോഗാർത്ഥികളിൽ എത്ര പേർക്ക് അല്ലെങ്കിൽ എത്ര മാർക്ക് റേഞ്ച് ഉള്ളവർക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ, ഈ ഫിസിക്കൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു ചോദ്യം. അത് നിരന്തരമായി ഇത്തരത്തിൽ കമൻറ്റ് ബോക്സിൽ പ്രത്യക്ഷപ്പെടാറുള്ളൊരു ചോദ്യമാണ്. അപ്പം സ്വാഭാവികമായും നമ്മൾ അന്ന് മുതലേ ആ ഒരു ടോപ്പിക്കിൻ്റെ പിറകെയാണ്. അപ്പം അതിനെക്കുറിച്ചെല്ലാം വിശദമായി പഠിക്കണം, വിശദമായി ഓരോ കട്ട് ഓഫ് റേഞ്ച് അറിയണം. അപ്പം അത്തരത്തിൽ കുറച്ചധികം ദിവസങ്ങളായി ഇതിൻ്റെ പുറകിലായിരുന്നു. അതിനുശേഷം നമ്മളൊരു നിഗമനത്തിലെത്തുകയാണ്. അതിനു മുന്നേ ആമുഖമായി പറയാനുള്ളത്, കട്ട് ഓഫ് അല്ലെങ്കിൽ ഈ കട്ട് ഓഫ് നിർണയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആത്യന്തികമായി നമുക്ക് ഒരു കട്ട് ഓഫായി പറഞ്ഞു വയ്ക്കുന്ന ഒരു മാർക്ക് ഒരിക്കലും ജോലി കിട്ടുവാനുള്ളൊരു മാനദണ്ഡമല്ല. ഇതാദ്യമേ നിങ്ങൾ മനസ്സിലാക്കണം. കട്ട് ഓഫ് എന്ന് പറയുന്നത് ഒരിക്കലും ജോലി കിട്ടാനുള്ള മാനദണ്ഡം അല്ല. കാര്യം ഇത് ഇത്തരത്തിലൊരു വാചകം പറഞ്ഞു വെച്ചത് മുൻകാല അനുഭവങ്ങൾ അതാണ് സൂചിപ്പിക്കുന്നത്. കട്ട് ഓഫിൽ നിന്നും കുറച്ചധികം മാർക്കെങ്കിലും നമ്മൾ സ്വായത്തമാക്കിയാൽ മാത്രമേ നമുക്ക് ഈ ജോലി എന്നുള്ളൊരു കാര്യം ഉറപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. മുൻകാല അനുഭവം അതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കട്ട് ഓഫ് കടന്നു എന്ന് പറഞ്ഞ് ജോലി കിട്ടില്ല, ഒരിക്കലും ജോലി കട്ട് ഓഫ് കിട്ടില്ല എന്നുള്ള ഒരു വാഗ്വാദമൊന്നുമല്ല. എങ്കിൽ പോലും മുൻകാല അനുഭവത്തിൽ കട്ട് ഓഫിൽ നിന്ന് കുറച്ചധികം മാർക്കെങ്കിലും വാങ്ങിച്ചാൽ മാത്രമേ നമ്മൾ ജോലിയിലേക്ക് എന്നുള്ള സ്വപ്നത്തിലേക്ക് ഉറപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ഇപ്പോൾ എന്തുകൊണ്ട് ഇത്തരത്തിലൊരു കട്ട് ഓഫ് വീഡിയോ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ കമൻറ്റുകൾക്കപ്പുറം PSC കഴിഞ്ഞ ആഴ്ചകളിൽ ഈ പറഞ്ഞ 2 തസ്തികയുമായി ബന്ധപ്പെട്ട ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി PSC യോഗം തീരുമാനിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. അതായത് ഈ ഒരു എക്സാമുകൾ നടക്കുന്നത് ജൂൺ മാസങ്ങളിലായിട്ടാണ് ഈ ഒരു 2 എക്സാം കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. ഏകദേശം ജൂൺ 8-നും ജൂൺ 29-നും, ജൂൺ 8-ന് 592/2023 നടക്കുന്നു. അതുപോലെ തന്നെ ജൂൺ 29-ന് 584/2023 എക്സാം കണ്ടക്ട് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഈ 2 എക്സാമുമായി ബന്ധപ്പെട്ട PSCയുടെ ഏറ്റവും അപ്ഡേറ്റ് പ്രസ് റിലീസ് എന്ന് പറയുന്നത് 593/2023 CPO പുരുഷ CPO 2024 ആഗസ്റ്റ് മാസം 5-ാം തീയതി കൂടിയ PSCയുടെ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഒരു തീരുമാനം പുറത്തു വരുന്നു. അതുപോലെ തന്നെ 584/2023 വിമൺ CPO അതുമായി ബന്ധപ്പെട്ട് ജൂൺ 29-ാം തീയതി എക്സാം നടക്കുന്നു. 2024 ജൂലൈ 29, കൃത്യം 1 മാസങ്ങൾക്കിപ്പുറം PSC യോഗ തീരുമാനം ചേരുന്നു ഈ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി. പക്ഷേ അതൊരിക്കലും ഇതിൻ്റെ മെയിൻ ലിസ്റ്റ് അല്ല, അല്ലെങ്കിൽ ഇതിൻ്റെ NCA വിജ്ഞാപനമാണ്. NCA വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട് നോട്ടിഫിക്കേഷനാണ് ഉദ്യോഗാർത്ഥികളിലേക്ക് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. മെയിൻ അല്ലെങ്കിൽ ജനറൽ നോട്ടിഫിക്കേഷൻ്റെ അല്ല. പക്ഷേ ഉറപ്പായും നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഒരു NCA വിജ്ഞാപനത്തിൻ്റെ റിസൾട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടി PSC തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനർത്ഥം അതിൻ്റെ വാല്യുവേഷൻ തുടങ്ങി എന്ന് തന്നെയാണ്. അപ്പം കൃത്യമായും വാല്യുവേഷൻ തുടങ്ങിയെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് എല്ലാവരും ഇത്തരത്തിലൊരു വീഡിയോ ഈ സമയത്ത് ചെയ്യുന്നതിൻ്റെ ഏറ്റവും പ്രധാന ലക്ഷ്യം ഇത് തന്നെയാണ്. കമൻറ്റ് ബോക്സിൽ വരുന്ന മെസ്സേജുകൾക്ക് അപ്പുറത്തേക്ക് നിങ്ങൾ ജാഗരൂകരാകുക. മഴയാണ്, സംഭവം ശരിയാണ്, കാലാവസ്ഥ അനുകൂലമല്ല, പ്രതികൂലമാണ്, ഇതെല്ലാം ശരിയാണ്. എങ്കിൽ പോലും നമ്മൾ ഈ പറയുന്ന കുറച്ചധികം നിങ്ങൾക്ക് ഉറപ്പുണ്ട്, നിങ്ങൾക്ക് അത്യാവശ്യം നല്ല മാർക്കുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായും ഫിസിക്കലിന് പോവുക. കാര്യം ഫിസിക്കൽ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു കടമ്പയാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. 8 ഐറ്റം തന്നെയാണ്. ആ 8 ഐറ്റം സ്വായത്തമാക്കാൻ അതിൻ്റെതായ സമയം എടുക്കും. നമ്മൾ ഒരു സുപ്രഭാതത്തിൽ ചെന്ന് 5 ദിവസം കൊണ്ടോ 10 ദിവസം കൊണ്ടോ 15 ദിവസം കൊണ്ടോ ഫിസിക്കൽ നമ്മളെ കൈക്കുള്ളിലാക്കാം എന്നൊന്നും വിചാരിക്കരുത്. എക്സാമിന് എങ്ങനെയാണോ നിങ്ങൾ തയ്യാറെടുത്തത് അത്രത്തോളം തന്നെ എഫേർട്ട് ഇടേണ്ട ഒരു കാര്യം തന്നെയാണ് ഫിസിക്കൽ എക്സാം. കാര്യം കുറച്ചധികം എഫേർട്ടെങ്കിലും കൂടുതലുണ്ട് വരും. കാര്യം നമ്മൾ നിരന്തരം അനുവർത്തിച്ച് വരുന്നൊരു മേഖലയല്ല ഇതൊന്നും. PSC നമ്മൾ 1 വർഷം കൊണ്ടോ 1.5 വർഷം കൊണ്ടോ പഠിക്കുന്ന ഒരു മേഖലയാണ്. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് കുറച്ചധികം എഫേർട്ട് ഇടുന്ന കാര്യമാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ നല്ല മാർക്ക് വാങ്ങി ഈ പരീക്ഷയെ നേരിട്ടതിന് ശേഷം ഫിസിക്കലിന് തോറ്റു പോകുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്.
അതിനുള്ളിലേക്ക് അല്ലെങ്കിൽ ആ ഒരു കൂട്ടത്തിലേക്ക് നിങ്ങളും പെടാതിരിക്കുക. അത്യാവശ്യം നല്ലൊരു മാർക്കാണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾ ഫിസിക്കലിൽ പോവുക. ഇല്ലെങ്കിൽ നിങ്ങൾ ഭാവിയിൽ ദുഃഖിക്കേണ്ടി വരും, ഉറപ്പായും ദുഃഖിക്കേണ്ടി വരും. കാര്യം പണ്ടത്തെ പോലെയല്ല, PSC നല്ലപോലെ അപ്ഡേറ്റാണ്. ഈ പറഞ്ഞൊരു ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു 10, 15, 20 ദിവസം കാലതായിരിക്കും മാത്രമേ PSC കൊടുക്കാറുള്ളൂ ഫിസിക്കൽ എക്സാമിന് വേണ്ടി. ആ ഒരു ടൈം ഗ്യാപ്പിൽ നമ്മളെ ബോഡി സെറ്റാക്കി ഫിസിക്കൽ ഐറ്റം ഈവൻറ്റ് 8ൽ 5 റാക്ക് എന്ന് പറഞ്ഞാൽ അതൊരു ഭഗീരഥ പ്രയത്നം തന്നെയാണ്. അങ്ങനെ ഒരു ഭഗീരഥ പ്രയത്നത്തിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് എൻജറി ഉണ്ടാകാനുള്ള സാധ്യത 100ൽ 100 അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ഇതിലേക്ക് പോകാതിരിക്കുക. പൂർണ്ണമായും ഫിസിക്കലിലേക്ക് പോകണമെന്നല്ല, പഠിത്തം കൊണ്ടുപോകുക, പഠിത്തത്തിനോടൊപ്പം ഫിസിക്കലിന് കൂടി പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക. ഇനി നമ്മളെ പ്രധാന വിഷയത്തിലേക്ക് പോകാം, കട്ട് ഓഫ്. അതായത് ഈ ഒരു എക്സാമിന് ശേഷം നമുക്ക് ആദ്യം എഴുതിയ ഉദ്യോഗാർത്ഥികളുടെ എണ്ണം ഒന്ന് പരിശോധിക്കാം. SAPയിൽ 24,971 പേരാണ് അപേക്ഷിച്ചത്. എന്നാൽ പരീക്ഷ അറ്റൻഡ് ചെയ്യുന്നത് 16,334 പേർ മാത്രമാണ്. KIP1 എറണാകുളത്തിൽ 17,416 പേർ അപേക്ഷിച്ചപ്പോൾ 16,229 പേരാണ് എന്ത് ചെയ്യപ്പെടുന്നത്, ഈ പരീക്ഷ എഴുതപ്പെടുന്നത്. ഇനി KIP3യിലേക്ക് വരുമ്പോൾ പത്തനംതിട്ട, KIP2 തൃശ്ശൂരിലേക്ക് വരുമ്പോൾ 18,041 പേർ പരീക്ഷ കൺഫർമേഷൻ കൊടുത്തപ്പോൾ പരീക്ഷ എഴുതിയവരുടെ എണ്ണം 12,269. KIP3 പത്തനംതിട്ട 16,639 പേർ കൺഫർമേഷൻ കൊടുത്തപ്പോൾ 11,233 പേർ മാത്രമാണ് പരീക്ഷ അറ്റൻഡ് ചെയ്തത്. KIP4 കാസർഗോഡിലേക്ക് വരുമ്പോൾ 16,856 പേർ കൺഫർമേഷൻ കൊടുത്തപ്പോൾ 11,925 പേർ മാത്രം പരീക്ഷ എഴുതുന്ന സാഹചര്യം. KIP5 ഇടുക്കി 12,121 പേർ കൺഫർമേഷൻ കൊടുത്തപ്പോൾ വെറും 7,963 പേർ മാത്രം എക്സാം അറ്റൻഡ് ചെയ്യുന്നു. ഇനി MSPയിലേക്ക് വരുമ്പോൾ 23,471 പേർ കൺഫർമേഷൻ കൊടുത്തപ്പോൾ വെറും 15,419 പേർ മാത്രം എക്സാം എഴുതുന്ന സാഹചര്യം. അതായത് നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, ഈ കാലഘട്ടങ്ങളിൽ നടന്ന LD, LGS പോലുള്ള പരീക്ഷകളിൽ നടന്ന ഒരു ഡിഫറൻസ്, അതായത് കൺഫർമേഷൻ കൊടുത്തതിന് ശേഷം എക്സാം ഹാളിലേക്ക് എത്തുമ്പോൾ ഉദ്യോഗാർത്ഥികളുടെ അറ്റൻഡൻസ് കുറയുന്ന ഒരു സാഹചര്യം ഈ സമാനമായി LDC, LGS സംഭവിച്ചതുപോലെ തന്നെ CPOയ്ക്കും അത് നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഈ ഒരു ഡേറ്റ നോക്കുമ്പോൾ മനസ്സിലാവും. അതുപോലെ തന്നെ മുൻകാല അപേക്ഷയുടെ എണ്ണം എടുത്ത് നോക്കുമ്പോൾ വലിയൊരു കുറവ് എക്സാം അറ്റൻഡ് ചെയ്യുന്ന എണ്ണത്തിൽ കാര്യമായി പ്രകടമായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഇനി വിവിധ ചാനലുകളുടെ കട്ട് ഓഫ് ഞാൻ ആദ്യം ഒരു ആമുഖമായി പറഞ്ഞു വയ്ക്കുകയാണ്. അതായത് അഡ 24/7 35, 45 റേഞ്ചിലാണ് കട്ട് ഓഫ് പ്രവചിക്കുന്നത്. ഏറ്റവും കൂടുതൽ 35, ഏറ്റവും കൂടിയാൽ 45. ഇനി സൈലം മൻസൂർ അലി സാർ പറഞ്ഞിരിക്കുന്നത് 40 മുതൽ 50, ഏറ്റവും കുറഞ്ഞ 40, ഏറ്റവും കൂടിയ 50. ബാസീസ് അക്കാഡമി 50+ കട്ട് ഓഫായി നിർണ്ണയിച്ചിരിക്കുന്നത്. ഇനി തൊഴിൽ വാർത്ത, നിങ്ങൾ എന്നെ ചീത്ത വിളിക്കരുത്, അല്ലെങ്കിൽ കൂട്ടത്തിൽ ഏറ്റവും ഏകീകൃതമായ കട്ട് ഓഫ് അതാണ്. 55 മുതൽ 60 വരെ വരുന്നൊരു കട്ട് ഓഫാണ് തൊഴിൽ വാർത്ത പറഞ്ഞിരുന്നത്. ഏറ്റവും കൂടിയാൽ 60, ഏറ്റവും കുറഞ്ഞ 55. തൊഴിൽ വീതി 48, 56 റേഞ്ചിലാണ്. ഏറ്റവും കുറഞ്ഞ 48, ഏറ്റവും കൂടിയാൽ 56. ഇതൊക്കെ ഫൈനൽ കീ വരുന്നതിന് മുന്നേ ഉള്ളൊരു പ്രഡിക്ഷനാണ്. കാര്യം ഫൈനൽ കീക്ക് ശേഷം ഡിലീഷൻ ഉണ്ടാവാം. സ്വാഭാവികമായും ഫൈനൽ കീ വന്നതിന് ശേഷം സ്വാഭാവികമായും ഡിലീഷൻ ഉണ്ടായി. നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ CPOയ്ക്ക് 4ഓളം ചോദ്യങ്ങൾ ഡിലീറ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. GKക്ക് 3, മലയാളത്തിന് 1. ടോട്ടൽ 96ലേക്ക് എക്സാം താഴുന്നൊരു സാഹചര്യം, ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് താഴുന്നൊരു സാഹചര്യം ഉണ്ടായി. 96ലേക്ക് വാല്യുവേഷൻ മാറുന്ന സാഹചര്യം ഉണ്ടായി. ഇനി വുമൺ CPO എടുക്കുകയാണെന്നുണ്ടെങ്കിൽ GKക്ക് 3, മാത്സിന് 1, മലയാളത്തിന് 1. ഏകദേശം 95ഓളം ചോദ്യം ഡിലീറ്റ് ചെയ്യപ്പെടുന്നു. 95ലേക്ക് വാല്യുവേഷൻ നടക്കപ്പെടുന്ന സാഹചര്യം, അതായത് 100ൽ 95ലേക്ക് വാല്യുവേഷൻ നടക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇനി നമ്മുടെ കട്ട് ഓഫ് പ്രിഡിക്റ്റ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാവുന്നത് പോലെ തന്നെ തൊപ്പിയിട്ട് CPO നിയമനം, അതായത് 5 മാസങ്ങൾക്ക് പിന്നിടുമ്പോഴും നിലവിലെ നിയമന നില അനങ്ങിയിട്ടില്ല. NGD ഒഴിവുകൾ 1-2 വിരലെണ്ണാവുന്ന NGD ഒഴിവുകൾക്കപ്പുറം TPOയോ മറ്റ് നിയമനങ്ങളോ മറ്റ് വേക്കൻസികളോ ഒന്നും സൈറ്റിൽ റിപ്പോർട്ടാവാത്ത സാഹചര്യമുണ്ട്. ഏകദേശം പകുതിയോടടുക്കുന്നു അതിൻ്റെ കാലദൈർഘ്യം. അപ്പോഴും നിയമനം സ്റ്റാർട്ടായിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും മുൻകാലങ്ങളിൽ എന്നതുപോലെ തന്നെ ലിസ്റ്റിൽ ആളെ ചുരുക്കാനുള്ള ഒരു നടപടി PSCയുടെ ഭാഗത്ത് നിന്ന് ഉറപ്പായും ഉണ്ടാവും. അപ്പോൾ ആരെ എടുക്കൂല എന്നല്ല പറഞ്ഞു വയ്ക്കുന്നത്, എങ്കിൽ പോലും മെയിൻ ലിസ്റ്റിൽ വരുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം ചുരുക്കപ്പെടും. ഈ ലിസ്റ്റിന് മുന്നത്തെ ലിസ്റ്റിൽ നിന്ന് PSCക്ക് ഉണ്ടായ അനുഭവമാണ്. നിങ്ങളെല്ലാം കണ്ടതുപോലെ സെക്രട്ടേറിയറ്റിൽ ഉദ്യോഗാർത്ഥികൾ മുട്ടിലിഴയുന്നതും ആ ഒരു സാഹചര്യത്തിലേക്ക് ആ ഒരു ലിസ്റ്റ് കൊണ്ടെത്തിച്ചു. PSCയും സർക്കാരിനെയും മുൾമുനയിൽ നിർത്തുന്ന ലിസ്റ്റായി മാറിയത്. അത്രത്തോളം ആൾക്കാർ ആ മെയിൻ ലിസ്റ്റിൽ നിന്ന് ഉൾപ്പെട്ടിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. അപ്പോൾ അതിനുശേഷമാണ് PSC ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് പോയത്, ലിസ്റ്റിനെ മാക്സിമം ചുരുക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷത്തെ എണ്ണം
ആണ് PSC വീണ്ടും മെയിൻ ലിസ്റ്റിലേക്ക് ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതെങ്കിൽ പിന്നെ അതിനുശേഷം നമ്മൾ ഈ പറഞ്ഞ ഫൈനൽ കീയും ഒരു മാനദണ്ഡമായി മാറിയിട്ടുണ്ട്. ഡിലീഷൻ വന്നു, 4 5 ഡിലീഷൻ ഓരോ CPക്കും വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നമ്മൾ ഇത്തരത്തിലൊരു കട്ട് ഓഫിലേക്ക് പോകുന്നത്. ലിസ്റ്റ് ചുരുങ്ങാം എന്നുള്ള ഒരു ഇതിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. കാര്യം അങ്ങനെ ചുരുക്കി തന്നെ ആയിരിക്കും PSC മുന്നോട്ട് പോകുന്നത് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. കാര്യം ഇതുവരെ നിയമനമൊന്നും പോയിട്ടില്ല. അപ്പോൾ ആ ഒരു ഇതുകൂടി പരിഗണിച്ചുകൊണ്ട് ഇതുവരെ പോകാത്തത് കൊണ്ടും നിങ്ങൾ അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. ഉറപ്പായും നിയമനം നടക്കും. അങ്ങനെയല്ല എങ്കിലും ലിസ്റ്റ് ചുരുങ്ങും എന്നുള്ളത് ഒരു സത്യസന്ധമായ വസ്തുത കൂടിയാണ്. ഇനി നമ്മളുടെ പ്രൊഡിക്ഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ 38 മുതൽ 48 വരെയാണ് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ കമൻറ്റ് ബോക്സിൽ വന്ന് നിറയുന്ന ഒരു ചോദ്യം ഇതായിരിക്കും, ഇത്രയും വൈഡ് റേഞ്ചിൽ കട്ട് ഓഫ് പ്രൊഡിക്ഷനോ? ഇതിനേക്കാളും ഭേദം 50 മുതൽ 100 മാർക്ക് വരെ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരുന്നു. അതിനകത്തല്ലേ 1 മുതൽ 100 വരെ പറഞ്ഞെങ്കിൽ അതിനകത്തല്ലേ കട്ട് ഓഫ് നിൽക്കുകയുള്ളൂ എന്ന് നിങ്ങൾക്ക് സ്വാഭാവികമായ ഒരു പ്രഡിക്ഷൻ അല്ലെങ്കിൽ ഒരു ചർച്ച അല്ലെങ്കിൽ ഒരു കമൻറ്റ് ബോക്സിൽ ഈ ഒരു ആശയം നിങ്ങൾ ഉറപ്പായി പങ്കുവയ്ക്കും എന്നെനിക്ക് ഉറപ്പാണ്. ഇത്തരത്തിലൊരു 38 മുതൽ 48 വരെ എന്ന് ഞാൻ പറഞ്ഞു വയ്ക്കാൻ കാര്യം, ഈ ഒരു 7 ബറ്റാലിയൻ പരിശോധിക്കാൻ നേരത്ത് ഇവിടെ SAP ഉണ്ട്, ഇവിടെ KP3 പത്തനംതിട്ടയുണ്ട്, ഇവിടെ MSP ഉണ്ട്. ഇനി അതേസമയം ഞാൻ ഇതേ ബറ്റാലിയനിൽ നമ്മൾ KP5 ഇടുക്കി, KP4 കാസർഗോഡ് എന്നീ ബറ്റാലിയനിൽ പരിഗണിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള അതായത് വൈഡ് റേഞ്ച് ഓഫ് ഭയങ്കരമായ മത്സരക്ഷമത കാഴ്ചവെക്കുന്ന ഉദ്യോഗാർത്ഥികളുള്ള SAP, MSP, പത്തനംതിട്ട പോലുള്ള ബറ്റാലിയനുമുണ്ട്. താരതമ്യേന വളരെ ആൾക്കാരുടെ എണ്ണത്തിൽ കുറവ്, കട്ട് ഓഫിൽ കുറവ്, നിയമനത്തിൽ കുറവ് അത് പ്രകടമാക്കുന്ന KP5 ഇടുക്കി, KP4 കാസർഗോഡ് തുടങ്ങിയ ബറ്റാലിയനുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായും നമുക്ക് ഇത്തരത്തിൽ മാത്രമേ കട്ട് ഓഫ് പ്രവചിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ SAP, MSP, പത്തനംതിട്ട പോലുള്ള ബറ്റാലിയനുകളിൽ 48 വരെ കട്ട് ഓഫ് വന്നാലും അത്ഭുതപ്പെടാനില്ല. നിങ്ങൾ പറയും എക്സാം ടൈറ്റായിരുന്നു, ഇത്രയും ഒരു ചോദ്യത്തിന് ഇത്രയും ഒരു വൈഡ് റേഞ്ച് കട്ട് ഓഫ് വരാൻ സാധ്യതയുണ്ടോ, 48ലേക്ക് എത്തുമോ എന്ന് നിങ്ങൾക്ക് ചോദ്യം വരാം. ഉറപ്പായും കമൻറ്റ് ബോക്സിൽ ചോദ്യം പ്രത്യക്ഷപ്പെടാം. പക്ഷേ അത്തരത്തിൽ വരും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രൊഡിക്ഷൻ. കാര്യം അതിനപ്പുറത്തേക്ക് പോകരുതേ എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥന. പോകില്ല എങ്കിൽ പോലും 48ലേക്കൊക്കെ MSP, SAP പോലുള്ള ബറ്റാലിയൻ, KP3 പത്തനംതിട്ട പോലുള്ള ബറ്റാലിയൻ ഉറപ്പായും എത്തിയേക്കാം. ഇതൊരു സൂചനയാണ്. ചിലപ്പോൾ ഇതിൽ താഴാം, ഉറപ്പായും താഴാം, നമുക്കറിയില്ല. എങ്കിൽ പോലും നമ്മുടെ പ്രൊഡിക്ഷൻ പ്രകാരം ഈ ഒരു മാർക്ക് റേഞ്ചിലേക്കൊക്കെ എത്തുമോ എന്നുള്ളതാണ് നമ്മുടെ ആശങ്ക. ഇനി ഇതേ പറഞ്ഞ ഒരാൾ തന്നെയാണ് ഞാൻ തന്നെ പറയുന്നു, KP5 ഇടുക്കി, KP4 കാസർഗോഡ് ഈ ബറ്റാലിയനിലൊക്കെ 40ൽ താഴെ പോയാലും അത്ഭുതപ്പെടാനില്ല. 38 37ലേക്ക് പോയാലും അത്ഭുതപ്പെടാനില്ല. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഭാഗത്തുനിന്നുള്ളൊരു കട്ട് ഓഫ് പ്രൊഡിക്ഷൻ. ഉറപ്പായും ഈ ഒരു ഇത് നിങ്ങളൊരു അന്തിമമല്ല. ഇപ്പോഴും പറയുന്നു, കട്ട് ഓഫ് നിർണ്ണയിക്കാനുള്ള അധികാരം PSCക്കാണ്. നമ്മളുടെ ഒന്നും കട്ട് ഓഫ് പ്രൊഡിക്ഷൻ അന്തിമമല്ല. കൃത്യമായും നിങ്ങൾക്ക് നല്ലൊരു മാർക്കുണ്ട്, ആ ഒരു എക്സാം സംബന്ധിച്ച് നിങ്ങൾക്ക് നല്ല മാർക്കാണ് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ പഠനത്തോടൊപ്പം നിങ്ങൾ കൃത്യമായും ഒരു ഫിസിക്കൽ എക്സാമിന് കൂടി അറ്റൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു പ്രാക്ടീസിന് കൂടി നിങ്ങൾ മുന്നിട്ടിറങ്ങുക. ഇത് നമ്മുടെ മാത്രം പ്രഡിക്ഷനുമാണ്, അത് എൻ്റെ മാത്രം പ്രഡിക്ഷനാണ്. അതുകൊണ്ട് ഒരിക്കലും ഒരു പൊങ്കാല ഇടാൻ വരരുത്. പരീക്ഷയ്ക്ക് ശേഷം അല്ലെങ്കിൽ കട്ട് ഓഫ് ഇല്ലാത്ത ഷോർട്ട് ലിസ്റ്റ് വന്നതിന് ശേഷം ഒരിക്കലും ഒരു പൊങ്കാല ഇടാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലേക്ക് വരരുത്. കാര്യം ഇത് എല്ലാ തവണയും കട്ട് ഓഫുകൾ ഒരു പ്രോബിലിറ്റി മാത്രമാണ്, ശരിയാവാൻ തെറ്റിപ്പോകാം. അതിനുശേഷം ഒരിക്കലും എന്നെ പൊങ്കാല ഇടാൻ വരരുത് എന്ന് മാത്രം പറയുന്നു. ഇനി മറ്റൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, ഇത് ആഗസ്റ്റ് മാസമാണ്. ആഗസ്റ്റ് മാസം തീർന്നിരിക്കുന്നു. ഇനി നിങ്ങളുടെ മുന്നിലുള്ള സെപ്റ്റംബർ മാസം, ഒക്ടോബറോടുകൂടി ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യപ്പെടും. ഒക്ടോബർ ലാസ്റ്റ്, നവംബർ മാസങ്ങൾ തന്നെ ഫിസിക്കൽ കണ്ടക്ട് ചെയ്യപ്പെടും. ഒക്ടോബർ ലാസ്റ്റ്, നവംബർ മാസങ്ങളിലാണ് ഫിസിക്കൽ സാധാരണഗതിയിൽ കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി നിങ്ങളുടെ മുന്നിൽ അവശേഷിക്കുന്നത് ഏകദേശം 1 മാസം 1.5 മാസം ദൈർഘ്യം മാത്രം. നിങ്ങൾ ഇപ്പോഴും ഫിസിക്കലിന് വേണ്ടി ഇറങ്ങി തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായും ഇനിയെങ്കിലും മടി ഒഴിവാക്കി ആ അങ്കത്തട്ടിലേക്ക് ഇറങ്ങുക. ഇല്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് ഭയാനകമായിരിക്കും. ഫിസിക്കൽ കിട്ടാത്തൊരു സാഹചര്യം നിങ്ങളുടെ മുന്നിലേക്ക് വരും. ഇനി കേവലം ഒരു 50 ദിവസം ആ ഒരു റേഞ്ചിലേക്ക് മാത്രം കൂട്ടിയാൽ മതിയാവും. ഫിസിക്കലിലേക്കുള്ള ദൂരം ഏകദേശം 50 ദിവസം അത്രയും തന്നെ കൂട്ടിയാൽ മതിയാവും. ഷോർട്ട് ലിസ്റ്റ് വന്ന് കേവലം 20 ദിവസം മാത്രമാണ് ഫിസിക്കലിലേക്കുള്ള ദൂരം. അതുകൊണ്ട് ഇനി ഒരു 50 50 താഴെയോ ദിവസം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. PSC യോഗ തീരുമാനം എടുത്തു കഴിഞ്ഞു. നിങ്ങൾ ഒരു മനസ്സിലൊരു തീരുമാനമെടുക്കുക, PSC പോലെ തന്നെ മുന്നോട്ട് പോവുക. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. എല്ലാവർക്കും CPO എന്ന ജോലി ലഭിക്കട്ടെ എന്ന് ഹൃദയത്തിൽ നിന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.